മഴയുള്ള ഒരു ഉച്ചതിരിഞ്ഞ സമയത്തായിരുന്നു. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അനയ തന്റെ പ്രിയപ്പെട്ട പഴയ പുസ്തകശാലയിലേക്ക് കയറി. കടയിൽ നിന്ന് കടലാസിന്റെയും പൊടിയുടെയും ഗന്ധമുണ്ടായിരുന്നു. വാതിലിലെ ചെറിയ മണി അവളുടെ പിന്നിൽ മൃദുവായി മുഴങ്ങി. അവൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടമായിരുന്നു. മറന്നുപോയ കഥകളുടെ നിരനിരയായി ആരെങ്കിലും തങ്ങളിലേക്ക് വീണ്ടും ജീവൻ ശ്വസിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവൾ ബ്രൗസ് ചെയ്യുമ്പോൾ അവളുടെ വിരലുകൾ ഒരു പഴകിയ കവിതാസമാഹാരത്തിൽ പതിഞ്ഞു. അതിനുള്ളിൽ പേജുകൾക്കിടയിൽ തിരുകി വച്ച ഒരു കവറുണ്ടായിരുന്നു. അവൾക്ക് ജിജ്ഞാസ വർദ്ധിച്ചു. അവൾ അത് ശ്രദ്ധാപൂർവം തുറന്നപ്പോൾ ഒരു കത്ത് കണ്ടെത്തി. മഞ്ഞനിറമുള്ളതും കൈകൊണ്ട് എഴുതിയതും 20 വർഷം പഴക്കമുള്ളതും. ഇത് കണ്ടെത്തുന്നവന് അത് തുടങ്ങി. നീ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നീ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീയും എന്നെപ്പോലെ തന്നെ സ്നേഹവാക്കുകളാണ് എന്നാണ്. എന്റെ വികാരങ്ങൾ അവളോട് പറയാൻ ധൈര്യം തേടി ഞാൻ എല്ലാ ആഴ്ചയും ഇവിടെ വന്നിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. അതിനാൽ വളരെ വൈകുന്നതിന് മുമ്പ് സ്നേഹം നിന്നെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ കത്ത് എഴുതുന്നു. അനയയുടെ ഹൃദയം ഒരു നിമിഷം മിടിച്ചു. കൈയക്ഷരം കുഴഞ്ഞതാണെങ്കിലും മൃദുവായിരുന്നു. വാക്കുകൾ പറഞ്ഞറിയിക്കാനാവാത്ത വാത്സല്യത്താൽ വിറച്ചു. അവൾ ചിന്തിച്ചു, അവൻ ആരാണെന്ന് ആ പെൺകുട്ടിക്ക് എപ്പോഴെങ്കിലും അറിയാമായിരുന്നു. വാതിലിലെ മണി വീണ്ടും മുഴങ്ങി. കുടയിൽ നിന്ന് മഴവെള്ളം കുടഞ്ഞുകൊണ്ട് ഒരാൾ അകത്തേക്ക് നടന്നു. അവളുടെ പ്രായം പോലെ അയാൾക്ക് തോന്നി. പഴയ പുസ്തകങ്ങൾക്കിടയിൽ പെട്ടവനെപ്പോലെ അവന്റെ സാന്നിധ്യം സൗമ്യമായിരുന്നു. അവരുടെ കണ്ണുകൾ പെട്ടെന്ന് തമ്മിൽ കൂട്ടിമുട്ടി. വിശദീകരിക്കാൻ കഴിയാത്ത കാരണത്താൽ അനയ പുഞ്ചിരിച്ചുകൊണ്ട് കത്തുയർത്തിപ്പിടിച്ചു. നീ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ? പകുതി കളിയാക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അയാൾ കടലാസിലേക്ക് നോക്കി, പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് അത് മഷിയിൽ എഴുതിയിരിക്കുമ്പോൾ. അവർ ചിരിച്ചു. ആ നിമിഷം പുറത്തെ മഴയ്ക്ക് ഇനി പ്രസക്തിയില്ല. 2 അപരിചിതർക്കിടയിൽ ആരംഭിക്കുന്ന കഥയായിരുന്നു പ്രധാനം. ഒരു കത്ത്, ഒരു പുസ്തകശാല, പിന്നെ ഹലോ പറയാനുള്ള ധൈര്യം.